ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു കടലക്കറി തയ്യാറാക്കിയാലോ. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് കുതിർത്ത് വെച്ച കടലയാണ്. ഇനിയിതാ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവോള 4 കഷ്ണമായി മുറിച്ചിട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളകും 2 ചെറിയ തക്കാളിയും കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇതാ മൂടി വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കടല വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു 5-6 കാഷ്നട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫാക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തൂമിച്ചൊഴിക്കണം ഇതിലേക്ക്. അതിന് വേണ്ടി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ ചെറുതായി അരിഞ്ഞ ഒരു 5-6 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെയും പത്തിരിൻ്റെയും ദോശയുടെ ഒക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ.